മലപ്പുറം ബൈ ഇലക്ഷനുള്ള ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം നടക്കുകയാണ്. ലീഗ് നേതാക്കളൊപ്പം തന്നെ ഹൈദരലി തങ്ങളുടെയും വാർത്താ സമ്മേളനം. നോമിനേഷൻ 20-ന് രാവിലെ നടക്കുന്നതാണ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ പോയാലും കേരളത്തിലെ UDF നേതൃത്വത്തിൽ തുടരും. നമ്മൾ പോവുകയാണെങ്കിലും ഇവിടെ നോക്കുന്നതാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. ഇരുപതിന് നോമിനേഷൻ കൊടുക്കും. രാവിലെ 20-ന് രാവിലെ 11 മണിക്ക് നോമിനേഷൻ കൊടുക്കും. 21-ന് 3 മണിക്ക് UDFന്റെ ലോക്സഭാ മണ്ഡലം മലപ്പുറം. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. അഹമ്മദ് സാഹിബിന്റെ നിര്യാണത്തിന് ശേഷം നമ്മുടെ പാർട്ടി അദ്ദേഹത്തെയാണ് തീരുമാനിച്ചത്. പാർട്ടിയുടെ ഒരു ദേശീയ നേതൃത്വത്തിലേക്ക് താങ്കൾ എത്തിയിരിക്കുകയാണ്. ഒരു MP ഐഡലിലേക്ക് പോകാൻ പോകുന്നു. ഏത് രീതിയിലുള്ള പ്രവർത്തന ശൈലിയായിരിക്കും ദേശീയ തലത്തിൽ? അല്ല, മുൻഗാമികൾ കാണിച്ച മാർഗമുണ്ടല്ലോ, അതേ മാർഗത്തിൽ തന്നെ പോകും. പാർട്ടിയുടെ മാർഗം എന്ന് പറയുന്നത് മുമ്പുള്ള നേതാക്കന്മാർ കാണിച്ചു തന്ന മാർഗമാണ്. അത് വളരെയധികം ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പല്ലേ, നമ്മൾ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിനെ പറഞ്ഞത് മുഹൂർത്തല്ലേ കൂടുതൽ കേരളത്തിൽ UDFന്റെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് മറ്റു നേതാവിനെ തേടിയെങ്കിലില്ല. അവിടെ ഒരാളല്ലല്ലോ മജീദ്. പ്രതിപക്ഷ ഉപനേതാവായിട്ട് 4-5 പേര് ഓപ്ഷൻസ് UDF ലീഡർഷിപ്പില് വേറെ ദേശീയ രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവായിട്ട് ആരായിട്ടും അതൊക്കെ തങ്ങളതിന്റെ സമയമൊന്നും വലിയൊരു രാഷ്ട്രീയ ഭൂമിയിലേക്കാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ അല്ല, അതായത് ഈ ഒരു ഇലക്ഷനിൽ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഞാനൊരു വേറൊരു സമയം എടുത്ത് പറയാം. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് തങ്ങളെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, മതേതര കൂട്ടായ്മക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തി കൂടിയിരിക്കുകയാണ്. പിന്നീട് പറയാം. തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നീട് പറയാം. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി തങ്ങൾ വിളിച്ച പത്രസമ്മേളനം ഇത് പറഞ്ഞാൽ മതി. PK കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപിച്ചത്. രാവിലെ മുതൽക്ക് തുടർച്ചയായ യോഗങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം. മറ്റ് വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പേരുകൾ ഉയർന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും കടന്നിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും നേതാക്കൾ സംസാരിച്ചില്ല. കുഞ്ഞാലിക്കുട്ടി മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സാലിഹ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാലിഹിലേക്ക് എത്താം. ഈ മാസം 20-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽക്കേ തന്നെ പറഞ്ഞു കേട്ട പേര് കുഞ്ഞാലിക്കുട്ടിയുടേത് തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തിലേക്ക് വന്ന പശ്ചാത്തലത്തിൽ മറ്റാരെങ്കിലും പരിഗണിക്കപ്പെടുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അഹമ്മദിന്റെ മകളുടെ പേരുകൾ അടക്കം പറഞ്ഞു കേട്ടത്. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ ഇന്ന് നടന്ന യോഗങ്ങളിൽ ഒരു സ്ത്രീയെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കേണ്ട, അത് സംബന്ധിച്ച് യാതൊരു ചർച്ചകൾ പോലും വേണ്ട എന്നൊരു നിലപാട് ഹൈദരലി തങ്ങൾ എടുത്തതായുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് മറ്റു പല പേരുകളും ഉയർന്നു വന്നുവെങ്കിൽ കൂടിയും
അത്തരത്തിലുള്ള ഗൗരവതരമായ ചർച്ചകളിലേക്ക് ആ വിധത്തിൽ പേരുകൾ ഗൗരവതരമായ ചർച്ചയിലേക്ക് പോകാതെ തന്നെ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുകയായിരുന്നു. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇ അഹമ്മദിന്റെ മരണത്തോടുകൂടി വലിയൊരു വിടവാണ് ഈ ഒരു മലപ്പുറം സീറ്റിലേക്ക് കൂടി വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്രയും ശക്തനായ ഒരു നേതാവിനെ കൂടി തെരഞ്ഞെടുക്കുക എന്നൊരു തീരുമാനത്തിൽ കൂടിയായിരുന്നു ഇന്നത്തെ ഈ തീരുമാനങ്ങൾ. സ്വാലിഹ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്വാലിഹ്, വിശദാംശങ്ങൾ. സൗമ്യ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി പാണക്കാട് ഹൈദരലി തങ്ങൾ പ്രഖ്യാപിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയെയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വലിയ ചർച്ചകളാണ് ഇന്ന് നടന്ന യോഗങ്ങളിൽ നടന്നത്. മറ്റു ചില പേരുകൾ ഉയർന്നു വന്നിരുന്നെങ്കിലും അതെല്ലാം അപ്രസക്തമായി പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നു. അതിന്റെ ഒരു ആവേശം ഇപ്പോൾ തന്നെ നമുക്ക് പാണക്കാട് നമുക്ക് കാണാൻ കഴിയുന്ന വലിയ തിരക്ക് ഉണ്ട്. അതുപോലെ പാണക്കാട് ഹൈദരലി തങ്ങളും പാണക്കാട് സാദിഖ് അലി തങ്ങളും അഖിലേന്ത്യാ സെക്രട്ടറിമാരായ ഇ സി മുഹമ്മദ് ബഷീറും അതുപോലെ അബ്ദുസമദ് സമദാനിയും ചേർന്നാണ് വാർത്താ സമ്മേളനം നടത്തിയത്. നേരത്തെ പരിഗണിച്ചിരുന്ന പേരുകളെല്ലാം തന്നെ അപ്രസക്തമാക്കി കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സൗമ്യ, സ്വാലിഹ്, ഒരുപക്ഷെ മറ്റ് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോലും കൊണ്ടുപോകാതെ ഒരു തീരുമാനമായിരുന്നു ഇന്ന് നടന്ന യോഗങ്ങളിൽ പോലും ഉണ്ടായത്. ഒരുപക്ഷെ ഇനിയുള്ളൊരു പ്രവർത്തനങ്ങളിലും ആ വിധത്തിൽ കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള വലിയൊരു കരുതൽ കൂടിയാകുമോ എടുത്തിട്ടുണ്ടാകുക? അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് കടന്നുവെന്ന് തന്നെ വേണോ കരുതാൻ ലീഗ്? കേൾക്കാമെന്ന് കരുതുന്നു. സ്വാലിഹ്, സൗമ്യ, പുറത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകരെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ അഹമ്മദിന്റെ മകൾ സൗഫിയ ഷർഷാദിന്റെ പേരെല്ലാം നേരത്തെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അബ്ദുസമദ് സമദാനിയുടെയും സിറാജ് സേഖിന്റെയും എല്ലാം പേരുകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും ലീഗ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക.